ഓ ഇതാണ് നമ്മുടെ സ്വന്തമായ ഝലം റിവർ കേട്ടോ. ഝലം റിവർ. ഇങ്ങോട്ട് നോക്കൂ, ഇത് കടുക് പാടങ്ങളാണ്. കാശ്മീർ താഴ്വരയിലെ അനന്തനാഗ് ജില്ലയുടെ പീർ പഞ്ചാൽ റേഞ്ചിൽ നിന്നാണ് ഝലം റിവർ ഉത്ഭവിക്കുന്നത്. കാശ്മീരിനും പഞ്ചാബിനും ജലം നൽകി ഫലഭൂയിഷ്ടമാക്കിയാണ് നമ്മുടെ ഝലം റിവർ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഝലം റിവറും കണ്ട് നമ്മുടെ യാത്ര പെഹൽഗാമിലേക്ക് തുടർന്നുകൊണ്ടിരിക്കുന്നു. വാർത്ത കേൾക്കുന്ന സ്ഥലമാണ് അവന്തിപുര. നമ്മളിങ്ങനെ സ്ഥിരമായി വാർത്ത കേൾക്കുന്നുണ്ട്. പുൽവാമ, പെഹൽഗാം. റോഡിന് ഇരുവശങ്ങളിലും വളർന്നു നിൽക്കുന്ന വില്ലോ മരങ്ങളെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതല്ലോ. ഈ വീടുകളുടെ മുകളിൽ കണ്ടിരുന്നോ, നമ്മൾ യാത്ര ചെയ്യുന്ന മിക്ക വീടിൻ്റെ മുകളിൽ ഇങ്ങനെ മരങ്ങൾ വിറക് പോലെ അടുക്കി വെച്ചിരിക്കുന്ന കാണാം. അവ വില്ലോ മരങ്ങൾ തടികളാണ്. ഈ വെയിലും മഴയും കൊണ്ട് പാകപ്പെടുന്നതിന് വേണ്ടി വെച്ചിരിക്കുന്നവ. ശരിക്കും നമ്മുടെ ക്രിക്കറ്റ് ബാറ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ ക്രിക്കറ്റ് ബാറ്റ് ഫോം ചെയ്യുന്നത് ഈ മരങ്ങളിൽ നിന്നാണ്. ഈ മരങ്ങളെ പ്രത്യേകം പ്രോസസ്സ് ചെയ്ത് ഇവയിൽ വർക്ക് ചെയ്താണ് ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്നത്. ഇവിടെ എല്ലാം ഉണ്ട്, വീടുകൾ ഇവിടെ എല്ലാം കാണാം. ബാറ്റ് ഫാക്ടറി. അപ്പോൾ നമ്മളൊരു ബാറ്റ് ഫാക്ടറി ഉണ്ട്, അതായത് ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി. ഒന്ന് കണ്ടേക്കാന്ന് ചിന്ത ഇറങ്ങിയതാണ്. വാങ്ങുന്നതിൽ കണ്ടുപോകാമല്ലോ. ഇതോ ആ ദൂരെ നിൽക്കുന്നില്ലേ, അത് വില്ലോ മരങ്ങളാണ്. ആ വില്ലോ മരങ്ങളിൽ നിന്നാണ് നമ്മൾ ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാ. ഇങ്ങോട്ട് നോക്കിയാൽ അറിയാം. ക്രിക്കറ്റിന്റെ ബാറ്റിന്റെ നിർമ്മാണത്തിന്റെ വിവിധ വശങ്ങളാണ് ഇവിടെ കാണുന്നത് കേട്ടോ. കണ്ടോ, seven grades. Only for Kashmiri willow मिलेगा sir. Yes, Kashmiri willow is used for making cricket bat. Yes. This play is Kashmiri willow season ball. MJS हमारा brand. Yes, MJS. Yes. This play कितना lifetime guarantee. You take the tennis, hot tennis. MJS. Oh, great. You take the tennis. How much it cost? इसका 1,800. Only 1,800. Okay. You take the 1,200, 1,850. Okay, sir. Okay. 500, 100, 300. 100. Okay. 1,300. You take the bat season by you. You take 12, Okay. 13, 14. Okay. ഗിരിഷ ഇതാണല്ലേ ഉണ്ടാക്കുന്നതല്ലേ? കണ്ട വാങ്ങിയോ? മാറ്റി വാങ്ങിയോ? എനിക്ക് വാങ്ങിയാ. 1 year 6 months. Rain water. 1 year 6 months. Yes. ഓ 1.5 വർഷം വേണം ഇതൊന്ന് കയറി തരാൻ വേണ്ടിയിട്ട്. Rain water, snowfall. ഓ അതായത് 1.5 വർഷം വെയിലും മഴയും മഞ്ഞും കൊണ്ട് ഈ മരത്തെ ക്യൂർ ചെയ്ത ശേഷമാണ് ഇത് ഒരു ബാറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് പറയുന്നത് കേട്ടോ. അതൊരു വലിയ അറിവാണ് കേട്ടോ. 1.5 വർഷം വെയിലും മഞ്ഞും മഴയും കൊണ്ട് അതിന് പ്രത്യേകത്തിൽ ആ മരം പ്രോസസ് ചെയ്ത ശേഷം മാത്രമാണ് ഇത് ഇങ്ങനെ ബാറ്റ്. Can you repeat it? First process. Yeah. 1 year 6 months. हिंदी में बोलिए. 1 year 6 1.5 साल के बाद पहले फिनिशिंग होता है सर. अच्छा. 1.5 साल के बाद उसके बाद सेकंड ऑप्शन देखो. सेकंड ऑप्शन हैंडल फिक्स करते हैं. हैंडल ये बट सैंडल आते हैं सिंगापुर से. पूरा सिंगापुर से पूरा फ्लेक्सिबल सैंडल है. ओके सर. उसके बाद फोर्थ पोजीशन आएगा वहाँ. ये प्रेसिंग करेगा. आप जाएगा हार्ड प्रेस स्ट्रोक चैक बाकी स्ट्रोक चैक इसमें. ഓക്കെ, അത് വെച്ചിട്ട് പ്രസ് ചെയ്യും. ओके सर. इसमें हो जाएगा ब्लैंक कटिंग वाटिंग इसमें. ओके. उसके बाद जाएगा टेनिस. उसमें टेनिस में लाइट मिलेगा सर. टेनिस हॉट टेनिस उसमें लाइट लाइट है. हाँ टेनिस लाइट है. ഓക്കെ. ओके टेनिस സീസൺ ബാറ്റ്. पूरा फ्लेक्सिबल. ഓ ഫ്ലെക്സിബിൾ. You take flexible. That. Okay sir. Flexible पूरा flexible. ബാറ്റ് ഉണ്ടാക്കാം. ഓക്കെ. ഇതൊരു പുതിയ അറിവാണ്. യെസ്, ഇതാണ് മരം, കാശ്മീരി മരം. ഈ മരത്തിൽ നിന്നാണ്, ഈ കാശ്മീരി വില്ലോയുടെ ഈ മരത്തിൽ നിന്നാണ് ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്നത്. ഇതിനിങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് പർവ്വത്തിൽ ഇതിനെ പറഞ്ഞ പോലെ നീണ്ട പ്രൊസസ്സറിലൂടെയാണ്
ഈ സംഭവം, ഈ മരം ഇങ്ങനെയുള്ള ബാറ്റായി മാറുന്നത്. ഇതിന് ഇതൊരു വലിയ അറിവ് തന്നെ കേട്ടോ. ഇത് വലിയ പ്രോസസ്സാണല്ലേ. മോനെ വേടാ അയ്യോ. യെസ്, നമ്മളിവിടുന്ന് പെഹൽഗാമിലേക്ക് തിരിയുന്നു അല്ലേ, മെയിൻ റോഡിൽ നിന്ന് അല്ലേ അല്ലേ. യെസ്, ഓക്കെ. നമ്മൾ പെഹൽഗാം ഇവിടെ 40 കിലോമീറ്റർ കാണുന്നത് പെഹൽഗാമിലേക്ക്. ഗ്രാമപ്രദേശമല്ലേ? അതെ, ഓ എന്താ നോക്കിയാ ബ്യൂട്ടി. 2 സൈഡ് മരങ്ങൾ. നമ്മൾ ഇവിടെ പുൽപ്പള്ളിക്ക് പോകുന്ന വഴി പോലെ ഉണ്ടല്ലോ, ആ ഒരു ബത്തേരി പുൽപ്പള്ളി റോഡ് പോലെ. അവിടെ തേക്കാണെങ്കിൽ ഇവിടെ ഇരിക്കുന്നത് വില്ലോ മരങ്ങളെന്ന് മാത്രമേ ഉള്ളൂ. വ്യത്യാസം ബ്യൂട്ടിഫുൾ ആണ്. കിടക്കുന്ന ഇരു സൈഡിൽ മരച്ചാർക്കുകൾക്കിടയിലൂടെ കടന്നു പോകുന്ന മനോഹര വഴി എന്ന് പറയാം. ബ്യൂട്ടിഫുൾ. ഇന്നിപ്പോൾ നല്ല വെയിലുണ്ട്. ഇന്നലെ മഴയായിരുന്നു, ഇപ്പോൾ നല്ല വെയിലാണ്. ശരിക്കും തണുത്ത ദിവസമല്ല, എല്ലാ അർത്ഥത്തിലും തണുപ്പിലേക്കാണ് യാത്ര. ഇന്ന് അതില്ല, ഒരു മിതോഷ്ണ കാലാവസ്ഥയാണ്. ശരിക്കും ഈ പച്ചപ്പ് നമുക്ക് ഒരു ഉന്മേഷമുണ്ട്, ഊർജ്ജമുണ്ട്. അതൊരിക്കലും മറ്റൊരു നിറത്തിനും തരാൻ കഴിയില്ല. നമ്മൾ അനന്തനാഗ് ജില്ലാ ആസ്ഥാനത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. കുട്ടിക്കാലം മുതൽ നമുക്കുള്ള ഒരു ഓർമ്മയില്ലേ, നമ്മൾ റേഡിയോയിൽ വാർത്തകളിൽ കേട്ടിരുന്ന അനന്തനാഗും ബാരാമുള്ളയൊക്കെ, അതിലെ പാസ് ചെയ്യുമ്പോഴൊരു ഫീൽ അത് അസാധ്യം തന്നെ കേട്ടോ. ശരിക്കും പെഹൽഗാം ശരിക്കും നമ്മുടെ ഈ അനന്തനാഗ് ജില്ലയിലാണുള്ളത്. നമ്മളിപ്പോൾ കാണുന്നത് അനന്തനാഗിലെ പോലീസ് സ്റ്റേഷനാണ്, പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് അവിടെ എഴുതി കാണുന്നത്. ദെൻ വീണ്ടും നമ്മുടെ യാത്ര തുടരുന്നു. പച്ചപ്പിൻ്റെയും എന്താ പറയുക നീലയുടെയും സങ്കലനമായ ആ വഴികളിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഡെമോ കേട്ടോ. ഈ ഇഷ്യൂ ഉണ്ടായി എങ്ങനെ ഡീൽ ചെയ്യാവുന്നതിനെ കുറിച്ച് ജനങ്ങൾ ബോധവൽക്കരിക്കുന്ന ഡെമോ ആണ്. യൂറോപ്യൻ ശൈലിയിലുള്ളതാണ് ഇവിടുത്തെ പല ഭവനങ്ങളും. ഒരു പക്ഷേ മഞ്ഞുകാലത്ത് മഞ്ഞ് വീഴുമ്പം അവ വേഗം റിമൂവ് ചെയ്യുന്നതിനുള്ള എളുപ്പത്തിന് വേണ്ടി ആവാം ഇവിടുത്തെ നമുക്ക് കാണാം മിക്ക വീടുകളും ആ ഒരു സ്തൂപികാഗ്ര മരങ്ങൾ പോലെ സ്തൂപികാഗ്ര ഭവനങ്ങളുമാണ് ഇവിടുത്തെ എന്ന് പറയാം. ദൂരെ മരകൾക്കപ്പുറം നമുക്ക് മഞ്ഞുമലകൾ കൂടി കാണാം. ഇവിടെ ഒരു മൊട്ടക്കുന്ന്, മുൻപിലെ ഒരു മോസ്കിൻ്റെ മിനാരം കാണാം. ഇവിടുന്ന് നമ്മളിത് ഈ കാണുന്നതാണ് പ്രോപ്പർട്ടീസ് എന്നാണ് പറയുന്നത്. മുന്നിൽ കാണുന്ന മലകൾ കണ്ടോ, മുകളിൽ കാണുന്നത് മലനിരകൾ മാത്രമല്ല, അത് മഞ്ഞുമലകളാണ്.
ഇവിടെ താഴെ കാണുന്നത് ഒരു കലാമിറ്റിയുടെ ഇത് ആയിരിക്കില്ല. Which river, sir? നോക്കൂ, ഇവിടെ കഴിഞ്ഞ ദിവസം എന്തോ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നല്ലോ. നോക്കൂ, ഇവിടെ ഈ പുഴയുണ്ട്, ആ പുഴയ്ക്കക്കര മരമുണ്ട്, മരത്തിലക്കര മലകളുണ്ട്, ആ മലയ്ക്കപ്പുറം മഞ്ഞുമലകളുണ്ട്. നോക്കൂ, ആ അടിപൊളി അടിപൊളി. ഇവിടെ വന്നപ്പം റിവറിൽ ഇറങ്ങണമെന്ന് ആഗ്രഹം. ഒരു പാലം കാണാം, പെട്ടെന്നായിട്ട് ആ പാലത്തിൽ നിന്ന് കയറി രണ്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇനി മുന്നോട്ട് പോകുന്നില്ല തീരുമാനിച്ചു. രാജേഷേ, വീഡിയോ ഒക്കെ ആ എന്നാ തരും. അതെ, ഇതാണ് വാൾനട്ട് മരങ്ങൾ. ഇവിടെ നമ്മളിങ്ങനെ പാലത്തേക്ക് ഇറങ്ങണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതാണെങ്കിലും ആ യൂട്ടേൺ എടുത്ത് ഞങ്ങൾ തിരിച്ചു വന്നു ആ പാലം കാണാൻ വേണ്ടി. ഇത് റിവർ ലിദർ റിവർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഗൂഗിളിൽ നോക്കി കൺഫേം ചെയ്യേണ്ടി വരും. സോ ഏതായാലും രസമുണ്ടല്ലേ, റിയലി. എനിക്കിവിടെ എന്തോ ഫ്ലഡ് വന്നുള്ളൂ. ഇങ്ങനെ അത്രയും വെള്ളം അവിടെ ഇങ്ങനെ വരണമെന്ന് തോന്നുന്നു. യെസ്, എല്ലാവരും ഫോട്ടോഗ്രാഫ് പോസ്റ്റ് ചെയ്യാണ്. ഒമർ അബ്ദുള്ള, അമീർ, ഫോർട്ട് ബ്രിഡ്ജ് കൊള്ളാം. അതാ ഞങ്ങൾ പാലത്തെ നോക്കുമ്പോൾ പാലത്തേക്കൂടെ ചെമ്മരിയാൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. 1 by 1 ആയിട്ട് അവർ വന്നുകൊണ്ടിരിക്കുന്നു. അവർക്ക് വഴി കൊടുക്കുക. ചെമ്മരിയാളുകൾക്ക് വഴി കൊടുത്ത എല്ലാവരും. നിങ്ങൾ പുറത്ത് പേരൊക്കെ ചെയ്തു, നമ്പർ കിട്ടുമോ പുറത്ത് കേട്ടോ? ആ കട്ട് കഴിഞ്ഞ അവരല്ലേ? യെസ് യെസ്. നോക്കൂ, എത്ര സുന്ദരമാണ് ഈ പ്രദേശം. നോക്കി, ഇവിടെ ദൂരെ മലമുകളിൽ മഞ്ഞുണ്ട്. തമാശ പറഞ്ഞല്ല, ഇത് കണ്ടോ, ഇത് മഞ്ഞുമലയാണ്. അവിടുന്ന് മഞ്ഞുരുകി ഒഴുകി ഇതാ ഇവിടെ റിവറിലൂടെ വരുന്നു. രാജേഷ് ഭായി എന്ത് ചെയ്യും ഫോട്ടോയ്ക്ക് വേണ്ടി? അപ്പോൾ പാലത്തേക്ക് നടന്നു പോയേക്കാം. രസമല്ലേ അല്ലേ? അവിടെ ഇറങ്ങണമായിരുന്നു. ഇറങ്ങിയാലേ എനർജി ഉള്ളൂ അല്ലേ? ആ എന്നിട്ട് ഇത് കഴിക്കലോ. നോക്കൂ, അങ്ങനെ പാലത്തെ കയറി ഇവിടുന്ന് ഇങ്ങനെ പുഴ ഒഴുകി വന്ന് ഇതിലേ വന്ന് ഇങ്ങനെ ഒഴുകി പോവാ. ഓ, പാലം കടന്ന് അക്കരെ എത്തി. അപ്പോൾ തൊട്ടുപുറകെ നമ്മുടെ കുഞ്ഞുങ്ങളും കൂടെ വന്നു. എല്ലാം നോക്കി നിൽക്കുമ്പോൾ ഭാര്യയ്ക്കൊരു ആഗ്രഹം, ഒരു സെൽഫി എടുക്കണമെന്ന്. എന്ത് രസം നോക്കിയേ. ഇവിടെ പുഴയൊക്കെയുണ്ട്. നമുക്ക് മലയാളികൾക്ക് പുഴ വലിയ പുതുമയില്ലെങ്കിലും നമുക്ക് ഇതൊരു വാക്ക് വേ ആണേ. അതിനെ ഇതെങ്ങനെ കൊണ്ടുവന്ന് എന്ത് ദൈവമേ, ഇത് കൊള്ളാമല്ലോ. അയ്യോ, യു ഗ്രേറ്റ് മാൻ. ഓക്കെ, ഇതിലെ ബൈക്ക് ഇറക്കുന്ന ഇദ്ദേഹത്തിൻ്റെ കൻ ഐ ഹെൽപ്പ്? ഇദ്ദേഹത്തിനെ പറ്റുള്ളൂ കേട്ടോ, നമുക്ക് പറ്റില്ല. ഈശ്വര. ഓ, ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. ഏതാണെങ്കിലും ഇതിൻ്റെ ഒരു ബൈക്ക് ഇറക്കി പോകുന്ന ഈ സൂപ്പർ സൂപ്പർ, യു നോട്ട് ഇറ്റ്. ഗ്രേറ്റ് ഗ്രേറ്റ്. അതൊരു സംഭവമായി പോയി കേട്ടോ. പിന്നെ ബൈക്ക് ഇറക്കി പോയാൽ ആ പയ്യനെ സംബന്ധിച്ച് പറഞ്ഞോ. ആ, അത് വേലിപ്പാലം. അവർ വെയിറ്റ് ഒക്കെ പോകാം, നമ്മളെ അങ്ങോട്ട് വെയിറ്റ് ചെയ്യണ്ട. ഫോട്ടോ വേണോ? മൗനരാഗ കിളികളാ പ്രേമസാഗരം കടൽ നീലവും ഗഗനവും പുൽകുമോളവും തൂവിൻ തൂവൽ ചിറകിൽ ശിശിരം ചികയും അരയെന്ന പൈതൽ